നമ്മൾ കേട്ടുകൊണ്ടിരുന്നതായിരുന്നു ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായ ജീവിതവും എന്നതിൻ്റെ ആ നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രധാന 7 പോയിന്റുകൾ എന്തെല്ലാമാണത്? മരണം, തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, പൊതുവിധി, പുതിയ ആകാശം, പുതിയ ഭൂമി. അതിൽ നമ്മൾ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി. മരണം യേശുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും നിത്യജീവിതത്തേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. മരണത്തോടടുക്കുന്ന വ്യക്തി തനത് വിധി, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിൽ മനുഷ്യജീവിതത്തിൻ്റെ മരണം അന്ത്യം കുറിക്കുന്നു. വിധിയെപ്പറ്റി മരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തി ക്രിസ്തുവിൽ ആ വ്യക്തിയുടെ വിശ്വാസവും ജീവിതവും അനുസരിച്ച് ആ വ്യക്തിയുടെ ഓരോ മനുഷ്യരും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. സ്വർഗം നമ്മൾ മനസ്സിലാക്കി. സ്വർഗം എന്നത് ഒരു സ്ഥലമല്ല, മറിച്ച് പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം. കന്യാമറിയത്തോട്, മാലാഖമാരോടും എല്ലാ വിഷയത്തിനോടൊപ്പമുള്ള തൃത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറ്റലുമാണ് സ്വർഗം. അപ്പോൾ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ ലയനമാണ് സ്വർഗം. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ നിന്ന് ജീവിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു, അഥവാ കണ്ടെത്തുന്നു. തൻ്റെ മരണോത്ഥാനം വഴി യേശുക്രിസ്തു നമുക്കായി സ്വർഗം തുറന്നു. ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ തികവോടും പൂർണ്ണതയോടും കൂടി സ്വന്തമാക്കുന്നതിലാണ് അനുഗ്രഹീതരുടെ ജീവിതം അടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ തികവോടും പൂർണ്ണതയോടും കൂടി സ്വന്തമാക്കുന്നതിലാണ് അനുഗ്രഹീതരുടെ ജീവിതം. അവിടുന്ന് വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോടെ വിശ്വസ്തത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാക്കുന്നു. പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നുചേരുന്നവരുടെ പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നുചേരുന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. എന്താണ് അന്തിമ ശുദ്ധീകരണം അഥവാ ശുദ്ധീകരണ സ്ഥലം? ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. മനസ്സിലാക്കണം. ഒന്ന് കൈവീശി കാണിച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ, അതായത് ക്രിസ്തീയ ജീവിതത്തിൽ മാമോദീസ സ്വീകരിച്ചു, വിശുദ്ധ സ്വീകരിച്ചു, ഇതെല്ലാം സ്വീകരിച്ച് മരിക്കുന്നവർ ഒരുപക്ഷെ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. അതാണ് ജീവന്റെ അടയാളത്താൽ മുദ്രയാക്കപ്പെട്ടവർ. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ, അതായത് ത്രിത്വൈക ദൈവവുമായിട്ടുള്ള പൂർണ്ണ ലയനത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, അതായത് സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട
ശപിക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും തെന്ത്രിലെയും സൂനകദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ്. സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് വളരെ സമാധാനപരമായ ഒരു കാര്യമാണ്. ഇതങ്ങനെ വലിയ അപകടകരമായ ഒരു കാര്യമായിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു, ഇപ്പോഴാണ് മനസ്സിലായത് ഇത് സ്വർഗത്തിലേക്കുള്ളവരുടെ ശുദ്ധീകരണമാണ്. ചിലർ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും നാളുകൾ അതൊരു ഇൻ്റർവ്യൂ പോയിൻ്റാണ്, അവിടെ ശുദ്ധീകരിക്കും, അവിടെ ഒരു ഇൻ്റർവ്യൂ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് അത് പാസ്സാകുകയാണെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അങ്ങനെയല്ല, സ്വർഗത്തിലേക്കുള്ള ആത്മാക്കൾ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നുള്ളൂ. എന്നാൽ നമ്മൾക്ക് ഒരുപാട് പേര് പലതരത്തിലുള്ള പുസ്തകങ്ങളും പല വെളിപാടുകളും പല പ്രൈവറ്റ് റെവലേഷനുകളും എല്ലാം തരുന്നുണ്ട്. അവിടെ ഭയങ്കര അഗ്നിയാണ്. അപ്പോൾ ഈ ദർശനങ്ങളും വെളിപാടുകളെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കണം. അഗ്നി എന്ന് കാണുമ്പോൾ ഉടനെ അവിടെ കിടന്ന് കത്തി ഞെരിയുന്ന മാതിരി അല്ല മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ അഗ്നിയാകാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിലും അധിഷ്ഠിതമാണ് ഈ പ്രബോധനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പതിവിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ യൂദാസ് മക്കബായൻ പാപപരിഹാരം കർമ്മം അനുഷ്ഠിച്ചു. ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പരിഹാര പ്രാർത്ഥനകൾ സർവോപരി ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സൗഭാഗ്യ ദർശനം പ്രാപിക്കുന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മരിച്ചവർക്ക് വേണ്ടിയുള്ള ദാനം, ധർമ്മദാനം, ദണ്ഡവിമോചന കർമ്മങ്ങൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്നിവയും സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യാം. ജോബിൻ്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിൽ നാം എന്തിനു സംശയിക്കണം. മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത്. ഇനി നരകം എന്നാൽ എന്താണ്? നരകം എന്നത് യേശു മനസ്തമിച്ച് ദൈവത്തിൻ്റെ കരുണാഗ്രമായ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന ആ സ്നേഹവും കരുണയും മനസ്തമിച്ച് സ്വീകരിക്കാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്ര തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് അതിലൂടെയുള്ള കൃപാവരം ഒഴുക്കിയിരിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും സ്വർഗത്തിലേക്ക് വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം ആരെയും നരകത്തിലേക്ക് പോകാൻ മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. നമ്മൾ പറയില്ല, അവൻ്റെ തലവിധിയാണ്, അവൻ്റെ തലയിലെഴുത്ത്. അങ്ങനെ ആരുടെയും തലയിൽ എഴുതിയിട്ടില്ല നരകത്തിലേക്ക് പോകാൻ. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട യേശുക്രിസ്തു തൻ്റെ രക്തമൊഴുക്കി നേടിത്തന്ന കൃപാവരത്തെ ഒരു വ്യക്തിയുടെ സ്വതന്ത്ര മനസ്സോടെ തിരസ്കരിക്കാം. അങ്ങനെ തിരസ്കരിക്കുകയും അതേസമയം മാരകപാപത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് നരകം. അങ്ങനെയുള്ള ആത്മാക്കളാണ് നരകത്തിലേക്ക് പോവുക. എന്നേക്കുമായി സ്വന്തമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ് ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടും ഉള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള ക്ഷമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗഹനയെപ്പറ്റി യേശു കൂടെ പറയുന്നുണ്ട്.
ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണ്. തൻ്റെ മാലാഖമാരെ താൻ അയക്കുമെന്നും അവർ തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്നും അവരെ തീച്ചുളയിലേക്ക് എറിയുമെന്നും ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നും നിത്യാഗ്നിയിലേക്ക് അകന്നു പോകുവിൻ എന്ന് ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നും യേശു താക്കീത് ചെയ്യുന്നു. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും മാരകമായ പാപവും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികൾ അതിനും അനുദിനം പ്രാർത്ഥനകളിൽ അപേക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രാർത്ഥന: പിതാവേ, അങ്ങയുടെ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരും നരകത്തിൽ പോകരുതെന്ന, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. നമ്മൾ ആ ഫ്രൻസിനിയുടെ കാര്യം കണ്ടു. നമ്മളൊരുപാട് പ്രാർത്ഥനകൾ ഇപ്പോൾ കരുണയുടെ ജപമാലയിലുള്ള പ്രാർത്ഥന, യേശുവിൻ്റെ പീഡാസനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കൊന്തജനത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥന, എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ. ഇനി അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനമുണ്ടാകും. നമ്മൾ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂർ ആയിരിക്കും. അപ്പോൾ ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ സകല മാലാഖമാരോടും കൂടെ വരും. അവിടുത്തെ മുമ്പിൽ എല്ലാ ജനതകളും ഒന്നിച്ചു കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തും നിർത്തും. ഇവർ നിത്യശിക്ഷയിലേക്കും എന്നാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അപ്പോൾ സ്വർഗത്തിലുള്ളവരുടെയും നരകത്തിലുള്ളവരുടെയും ആത്മാക്കളിലേക്ക് അവരുടെ ശരീരം ഉയർത്തിച്ചേരും. അതാണ് ഏറ്റവും സർവാധിക ശക്തി ദൈവത്തിൻ്റെ. ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ തന്നെ, സത്യം തന്നെയായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആത്യന്തികമായി വെളിവാക്കപ്പെടും. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധി ഉണ്ടാകും. ആ ദിവസവും മണിക്കൂറും പിതാവിന് മാത്രമേ അറിയൂ. അവിടെ നിന്ന് മാത്രമാണ് ആ വരവിൻ്റെ നിമിഷം നിശ്ചയിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ചരിത്രം മുഴുവൻ്റെ മേൽ അന്തിമ വിധി പ്രസ്താവിക്കും. നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഭയത്തോടു കൂടിയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. എനിക്കത് വളരെ മനോഹരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ സമയത്ത് 2 അഡ്വക്കേറ്റുമാർ നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഈശോമിശിഹായും പരിശുദ്ധാത്മാവും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോമിശിഹ നമുക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് എന്താ? ഈ തോമസ് പോളിൻ്റെ അല്ലെങ്കിൽ ഇന്നാളുടെ ഇവൻ്റെ സകല പാപങ്ങളും ഞാൻ കുരിശിൽ ഏറ്റെടുത്ത് എൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കുകയും ഇവനെൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്ത ഇവനെ രാജകീയ വസ്ത്രങ്ങൾ അണിയിച്ച് രാജസന്നിധിയിലേക്ക് പ്രവേശിക്കണമേ. ശരിയാണോ ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയുകയാണ്, ഇവൻ ജീവിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് സ്വർഗത്തിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടിയിരിക്കുന്നതിൻ്റെ പേരിൽ ഇവന് ഒരു ഗോൾഡ് മെഡൽ സമ്മാനിച്ചിരിക്കുന്നു. എന്താ?